ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുഞ്ഞൊരു ഷോപ്പിംഗ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പോൾ ഞാൻ വെച്ചതിന് മുമ്പേ നമുക്ക് രാവിലെ ഒന്ന് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തേച്ച് കഴിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കണ്ടില്ല, ഉണങ്ങി കരിഞ്ഞ് കിടക്കുകയാണ് മുടി. അപ്പോൾ ഞാൻ വെച്ചൊന്ന് ഓയിൽ ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് തേച്ച് കഴുകിയിട്ടേക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത് കഴുകിക്കളയാം. അല്ലാണ്ട് സോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല, ഷാമ്പൂ ഒന്നും ഇടുന്നില്ല. ഷാമ്പൂ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ മുടി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എണ്ണ തേച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പം ഞാൻ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15. അപ്പോൾ വൈഷുവിനെ ഞാൻ റെഡിയാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അവിടെ 8:30 മുന്നേ ചെല്ലണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് താമസിച്ചു, എന്നാലും കുഴപ്പമില്ല. 9 മണിക്കാണ് കൊടി ഉയർത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് രാവിലെ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവൾ ചായ കുടിച്ചിട്ടാണ് പോയത്. പിന്നെ അവൾക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഒരുപാട് നേരത്തെ ആണെങ്കിൽ. അപ്പം സ്കൂളിൽ പോകുന്നതിന് ജസ്റ്റ് മുന്നേ ആണെങ്കിൽ കഴിക്കും ഫുഡ്. അപ്പോൾ ഇപ്പം ഒരുപാട് നേരത്തെ, 1 മണിക്കൂർ നേരത്തെയാണ് അവൾ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ അവർ പോകുന്നതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് പോയി. ഇപ്പം ഏട്ടനാണ് കൊണ്ടുപോയിരിക്കുന്നത്. വാവയും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. വാവയ്ക്കും പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി, ഇങ്ങനെ അവളെയും കൂടി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. 9:30 ആകുമ്പോഴത്തേക്ക് മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഞാനൊന്ന് എന്തായാലും ഞാൻ വെച്ചാൽ അതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് റെഡി ആവുമെന്ന്. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ്, നമ്മുടെ കേരയുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നമുക്ക് തേക്കാം. ഇതിൻ്റെ മുടിയുടെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം. കരിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പം തേച്ച് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മുടി ഇങ്ങനെ നടക്കുന്നത്. അപ്പം എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നൈസാവും. എന്തായാലും നമുക്ക് എണ്ണ തേക്കാം. നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ തേക്കുന്നത്. ഞാനങ്ങനെ വലിയ ഹെയർ കെയർ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. കാച്ചി എണ്ണ തേക്കണം അങ്ങനെയൊന്നും ഉള്ള നിർബന്ധമൊന്നുമില്ല. അതുപോലെ മുടി മസാജ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. എണ്ണ എല്ലാ ഭാഗത്തും പിടിക്കണം, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഡെയിലി ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഡെയിലി ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ തേക്കും, എന്നിട്ടിങ്ങനെ ഫുള്ളിങ്ങനെ ഇങ്ങനെ തേക്കും, എന്നിട്ട് തുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ തേക്കും. അതിനിവിടെ എല്ലാവരും എന്നെ വഴക്ക് പറയും കേട്ടോ, ഞാൻ എണ്ണ തേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയും. ഞാനിങ്ങനെ തേച്ച് കഴുകുമ്പോൾ മാത്രം ഇങ്ങനെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കും മുടിയിൽ. എനിക്ക് ഒരുപാട് എണ്ണ തേച്ചാലും പ്രശ്നമാണ് കേട്ടോ. മുടിയിൽ നിന്ന് എണ്ണ താഴോട്ട് ഇറങ്ങിയിട്ട് കണ്ണിലൊക്കെ വീണിട്ട് കണ്ണിന് ചൊറിച്ചിലുണ്ടാവും. അതുപോലെ മുഖത്തൊക്കെ പറ്റി കഴിഞ്ഞാൽ മുഖമൊക്കെ ചൊറിയാൻ തുടങ്ങും. പിന്നെ കുരുപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഈ കൂടുതൽ ഈ ഒരു സൈഡിലാണ്, ഇവിടത്തേനെക്കാട്ടി കൂടുതൽ ഈ സൈഡിലാണ് ഇങ്ങനെ കുരുപ്പൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണ തേക്കാൻ മടിക്കുന്നത് കേട്ടോ. പിന്നെ ഡെയിലി വാഷ് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ ഡെയിലി അങ്ങനെ വാഷ് ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ ഒരു ദിവസമൊക്കെ 1-2 ദിവസമൊക്കെ തല നനയ്ക്കാണ്ടൊക്കെ വെച്ചിരിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ അത് തോന്നുന്നത് പോലൊക്കെ ഇരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഡെയിലി മിക്കവാറും കുളിക്കും. നമ്മൾ സാധാ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കുളിക്കില്ലേ, അപ്പോൾ അതുപോലെ
വാഷ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പിന്നി ഇടുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് മുടി പിന്നി ഇടുന്നുണ്ട് ഇങ്ങനെ. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ചുരുണ്ടത് പോകണമൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതാണ്. പിന്നെ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പം എപ്പോഴും ഇല്ല, നമ്മൾ ജട കളയില്ലേ, ആ ഒരു സമയത്ത് മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. കാണിച്ചു തരാം. കണ്ടല്ലേ, ഇത്രയും മുടി ഇപ്പം കിട്ടിയതാണ്. ഇത്രയും മുടി ഇത് കണക്ക് കാണും മുടി കേട്ടോ. പിന്നെ ജട കളയുന്ന സമയത്ത് കുറച്ചും കൂടി കാണാം. നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ കുളിക്കാണ്ടിരിക്കുമ്പോൾ ഇരില്ലേ, അപ്പം അപ്പോഴൊക്കെ കുറച്ചും കൂടി കാണും മുടി. ഞാൻ ഈ കൂടുതൽ മുടിയിലാണ് എണ്ണ തേക്കുന്നത്, തലയിൽ അങ്ങനെ അധികം തേക്കാറില്ല. കുറച്ച് എണ്ണ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ തിരിച്ച് ഇവിടെ തേക്കും. അപ്പം മിക്കവാറും എല്ലാവരും തല തേച്ച് കഴുകുന്നതിന് മുന്നെയാണ് ഓയിൽ ചെയ്യുന്നത്. ഓയിൽ ചെയ്ത് നന്നായിട്ട് കുറച്ച് നേരം വെച്ചിരുന്നിട്ട് കൊണ്ടുവന്ന് കഴുകിക്കളയും. എനിക്ക് പക്ഷേ 2 വട്ടം ഓയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ തേച്ച് കഴുകുന്നതിന് മുന്നേ ഇതുപോലൊക്കെ നന്നായിട്ട് ഓയിൽ ചെയ്യും, എന്നിട്ട് കൊണ്ടുവന്ന് തേച്ച് കഴുകിക്കളയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വാഷ് ചെയ്യില്ലേ, അപ്പോൾ നന്നായിട്ട് ഓയിൽ ചെയ്ത് മുടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ട് വാഷ് ചെയ്ത് കളയണം. എന്നാലേ എനിക്ക് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഫുള്ള് ജട കയറിയിട്ട് ഭയങ്കര മുടിയും നന്നായിട്ടങ്ങ് നൈസാവും, എന്നിട്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് 2 പ്രാവശ്യം എൻ്റെ തലയിൽ ഓയിൽ ചെയ്യും ഞാൻ. ഇങ്ങനെ ഇതേ പോണത് എന്ന് വെച്ചാൽ ഫുൾ മസാജൊന്നും ചെയ്യില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ എല്ലായിടവും തേച്ച് പിടിപ്പിക്കും. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഓയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള മുടി. കണ്ട ബാക്ക് കാണിച്ചത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ജോലി, ഇത്രയേ ഉള്ളൂ. നമുക്ക് മുടി കെട്ടിയൊക്കെ അങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് മുടി കെട്ടി വെച്ചിട്ട് ഇതാണ് ശരിക്കുള്ള എൻ്റെ ഹെയർ കെയർ. ഇതും വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ, നമ്മൾ തേച്ച് ഇട്ടേക്കല്ലേ അപ്പോൾ ആ സമയത്ത്, അല്ലാണ്ട് ഡെയിലി ഒന്നും ചെയ്യാറില്ല. ആഴ്ച 2 ദിവസം അങ്ങനെ ഒന്നും ചെയ്യാറില്ല. തേച്ച് കഴുകുന്ന എപ്പോഴാണോ അതിന് മുന്നേയും അത് കഴിഞ്ഞിട്ടും ഈ ഒരു പ്രോസസ്സുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വന്ന് കാണാം. ഇനി ഞാനിവിടെ നിന്ന് എൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ലേറ്റാവും. മതിയല്ലോ.
അപ്പം നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി വാട്ടിയതേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനി ഇത് ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പം സ്കൂളിൽ നിന്ന് റാലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആശ്രമത്തിൽ വരെയായിരുന്നു റാലി. അപ്പോൾ അവിടെ വരെ പോയപ്പോഴത്തേക്ക് മഴയായി. അങ്ങനെ അവിടെ നിൽക്കുകയാണെന്ന് തോന്നിട്ട്. അപ്പം ഭാവി എല്ലാവരോടും നിന്ന് കളിക്കുകയാണ്. അപ്പോൾ കുറേ പിള്ളേരുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഞാനും ഇല്ല. അപ്പോൾ ഞാനുണ്ടെങ്കിലാണ് അവർക്ക് കൂടുതൽ പ്രശ്നം വരുന്നത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ട് മുടിയൊന്ന് കാണിച്ചു തരാം. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള സംഭവം അറിയണ്ടേ എങ്ങനെയാണ് കിടക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മുടിയുടെ അവസ്ഥ. കുളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആവും, ഒരുമാതിരി കോഴി നനഞ്ഞതുപോലെ. വലിയ ഓയിലൊന്നുമില്ല, ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. എന്നാലും ചെറിയൊരു നമ്മുടെ മുഖത്തോട്ട് അധികം ഇറങ്ങില്ല, കണ്ടല്ലേ, കുറച്ച് ഓയിലുണ്ട്. പിന്നെ ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് സെറ്റാവും കേട്ടോ. അപ്പോൾ ഇതാണ് മുടിയുടെ കോലം. കണ്ടില്ലേ? അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് മുടി ഇങ്ങനെ കോല് പോലെ ഇങ്ങനെ കിടക്കും. ഇത് മുടി കൊഴിയുന്നതുകൊണ്ടാണ് കേട്ടോ, ഒത്തിരി മുടി കൊഴിയുന്നുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. കുറച്ച് തുമ്പ് വെട്ടി കളയണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ അത് സമ്മതിക്കുന്നില്ല കേട്ടോ. അമ്മ പറഞ്ഞു കുറച്ച് വെട്ടിത്തരാമെന്ന്. ഞാൻ ഇത്രയും വെട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ഇത്രയും ഇങ്ങനെ വെട്ടാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ടെന്ന് കേട്ടോ. ഇനി ഇത് ഉണങ്ങണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ കെട്ടി വെച്ചിരിക്കും കുറച്ച് നേരം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് അഴിച്ച് കളയുള്ളൂ. തുമ്പിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ട് മുടി സെറ്റായി കിട്ടും. അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല കേട്ടോ. പെട്ടെന്ന് വന്ന് മുടി അഴിച്ചിട്ടിട്ട് ഈരി ഇട്ടിട്ടങ്ങ് പോവാറാണ് പതിവ്. അപ്പോൾ ഇതിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കിങ്ങനെ കെട്ടി വെക്കാമല്ലോ കുറച്ച് നേരമൊക്കെ, നമ്മളെങ്ങും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കെട്ടി വെക്കാൻ വേണ്ടി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിട്ടും. അതിനേക്കാൾ കൂടുതൽ നേരം വെച്ചിരുന്ന എൻ്റെ പെടല് വേദന എടുക്കാനായിട്ട് തുടങ്ങും. കെട്ടി വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ഹെയർ കെയർ. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഹെയറിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യും. ഞാൻ സാധാരണ താളി തേക്കും. അത് പണ്ടൊക്കെ ആണെങ്കിൽ അമ്മയോ ദൈവമോ ഒക്കെ എനിക്ക് ചെയ്തു തരാറാണ് പതിവ്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ, ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. അപ്പം അവർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കും കൂടെ ചെയ്തു തരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വീട്ടിൽ പോയി നിന്നപ്പോഴും അവൾ ഇതുപോലെ മുടിയിൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്നതാണ് ഞാനെടുത്തിട്ട് ചെയ്തത്. താളി ഉണ്ടാക്കി. താളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും എല്ലാം കൂടി നന്നായിട്ട് ഞെവിടിയിട്ട് താളി ഉണ്ടാക്കും. അപ്പോൾ അത് ഞാൻ അരിക്കൊന്നും ചെയ്യാണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ അന്ന് യൂസ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേയും അതുപോലൊക്കെ ആയിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളിത് അരച്ചിട്ടാണ് തലയിൽ തേക്കുന്നത്. അപ്പോൾ അരച്ചിട്ട് തേക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പൊടി പോലെ കാണും. അപ്പോൾ അതൊക്കെ തലയിൽ വച്ച് നന്നായിട്ട് അത് പിന്നെ കണ്ണിനകത്തൊക്കെ കയറിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. എൻ്റെ കണ്ണിന് അങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് എന്തെങ്കിലും ഒരു പൊടി അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊറിച്ചിലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിൽ അവർ വരുന്നുണ്ടോ എന്നാണ് കേട്ടോ. അവർ വരാൻ സമയമായില്ല, അവിടെ ആശ്രമത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് സ്കൂളിലോട്ട് വരണ്ടേ റാലി. ഇനി വല്ല പായസമോ മിഠായി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം സ്കൂളിൽ ആദ്യമായിട്ടല്ലേ പോകുന്നത്, അപ്പോൾ അവിടെ അതുകൊണ്ട് അറിയാൻ വയ്യ. നമ്മുടെ അംഗനവാടിയിൽ കഴിഞ്ഞ പ്രാവശ്യം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. കണ്ടല്ലേ നമ്മുടെ വീഡിയോ. പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കണേ അവിടെ ചെന്നിട്ടെന്ന്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനൊരു സാധനം കളിച്ചു തരാം. പണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോകില്ലേ ഇങ്ങനെ ഉന്തി വണ്ടിയിൽ കുറേ സാധനങ്ങൾ. അപ്പോൾ അതാണ് കേട്ടോ അത്. അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, ചെരുപ്പ് സഹിതം. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മിനി ഹൈപ്പർ മാർക്കറ്റ് പോണൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് തന്നെ എടുക്കാൻ പറ്റും.
അപ്പോൾ 4 സൈഡിൽ കൂടി എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ സംഭവമാണത്. നമ്മുടെ വീട്ടിൽ കൊണ്ട് തരികയും ചെയ്യും. അപ്പം ഞാനൊരു സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വേറൊരു സാധനം കൂടി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ല, പറഞ്ഞു തരാം. പക്ഷേ കാണിക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. അത് ഏട്ടൻ വന്നിട്ട് വേണം കാണിച്ചു തരാൻ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് അത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. നമ്മുടെ പഴങ്കഞ്ഞി എന്ന് പറയും, പഴങ്കഞ്ഞി. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാന്താരി മുളക് ഇന്നലെ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാന്താരി മുളക് 2 കിട്ടിയുള്ളൂ. അപ്പോൾ അത് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞിടാം. അപ്പം കൊച്ചുള്ളി കുറവാണ്, എന്നാലും കുറച്ചൊരു 5-6 ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞിടാം. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഞാൻ സെറ്റ് ചെയ്തത്. ഇത് ആര് കുടിക്കുന്നുള്ളത് എനിക്കറിയത്തില്ല. പിള്ളേർക്ക് കൊടുക്കാനാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. അവർക്ക് ചെറിയ പനിയുണ്ട്. അപ്പം തണുപ്പ് അധികം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ ഇത് മിക്കവാറും അവർ 2 പേരും കൂടി കഴിക്കാനാണ് സാധ്യത. അവർക്ക് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ 2 പേർക്കും. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അധികം അങ്ങനെ കഴിക്കാൻ പറ്റില്ല. തണുപ്പും എനിക്ക് ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് കഴിച്ചാൽ പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ എനിക്കിപ്പോഴും ചെറിയൊരു തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, കരകരപ്പ്. ഇത് ഞാൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് തൈര്, പിന്നെ പുളി. ഏട്ടൻ പുളി ഇടും കേട്ടോ, ഞാൻ പുളി ഇടത്തില്ല. തൈരിൻ്റെ കൂടെ പുളിയുടെ ആവശ്യമില്ലല്ലോ, ഏട്ടൻ പക്ഷേ പുളി ഇടും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞെവിടി കഴിക്കും. പിന്നെ അച്ചാറുണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊരു പിടിച്ചാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ഉപ്പ ഉണ്ടാക്കി വെച്ചത് മിക്കവാറും വേസ്റ്റ് ആവാനാണ് സാധ്യത. അതാരും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും ഇതല്ലേ കഴിക്കുള്ളൂ. ഇത് മതി. അതുകൊണ്ട് ശകലം ഉപ്പിട്ട് ഒന്ന് ഇളക്കി വെക്കും. ഞാൻ ഇപ്പോൾ കഴിക്കാനല്ലോ, അല്ലെങ്കിൽ ഞാൻ ഞെവിടി വെച്ചേനായിരുന്നു. ഇതിപ്പം കുറച്ച് നേരം എടുക്കും. അപ്പം ചിലപ്പം നമ്മൾ കൈയൊക്കെ യൂസ് ചെയ്ത് വളിച്ച് പോയാലും, അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി വെക്കാണ്. മുളക് ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇട്ടേക്കാം. എരി വേണ്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ വാവന്മാർക്ക് വേണമെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് ബാക്കിക്കകത്ത് മുളക് ഞെവിടാമല്ലോ. അപ്പോൾ ഇതിനകത്തോട്ട് തൈരൊക്കെ ഇടുമ്പോഴത്തേക്ക് സൂപ്പറാവും കേട്ടോ കാണാൻ. ഇതിപ്പം വെറും ചോറല്ലേ. ഈ ഉള്ളിയുടെ ഒരു സത്തൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങും കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം നടച്ച് വയ്ക്കാം. തലേന്ന് ചെയ്ത് വെക്കാമെങ്കിൽ ഇതിനെക്കാട്ടി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇത് ഓർത്തത്, ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ ഏട്ടനിപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത് ഈ ചോറ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളത്. ഏട്ടൻ എന്തെങ്കിൽ പഴങ്ങി സെറ്റാക്കി വെച്ചു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് അവർ വന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു, എന്നാലും ഇത് മതി, ഇന്നത്തേക്ക് ഇത് മതി. ഇനി നമുക്ക് എപ്പോഴെങ്കിലും കൂടുതൽ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. ഇവിടെ മെമ്പർ അംഗൻവാടി അപ്പുറത്ത് പറയുന്നുണ്ടോ എത്തി എന്ന് പറയുന്നത്. രാജ്യത്തിന് വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി
ഒരാൾ വിളിച്ചു വിളിക്കുന്നത് അവിടെ അപ്പം അപ്പുറത്ത് പോവാനാ
ഐഷികേ ഓ ഫോട്ടോ എടുക്കുന്നതിന് പോസ് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നതിന്. ഐഷിക ഇങ്ങോട്ടൊക്കെ സ്കൂളിൽ പോയിട്ട് എന്താ പറഞ്ഞേ? സ്കൂളിൽ നിന്ന് കിട്ടിയതാന്നോ അതോ മേടിച്ചോ? സ്കൂളിൽ നിന്നൊന്നും കൊടുത്തില്ലയോ? ലഡു മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലയോ? പായസം ഇല്ലായിരുന്നോ? വൈഷുവാ അവളിവിടെ നിർത്തിയാലും അവള് ഇറങ്ങി നടന്നു. അങ്ങോട്ട് നീങ്ങിയെന്നേ മോളെ, അങ്ങോട്ട് നീങ്ങിയല്ലോ. കൊടി കിട്ടിയോ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിൽ? എങ്ങനെ ഉണ്ടായിരുന്നു? ടാറ്റാ അച്ചായി ടാറ്റാന്നേട്ടാ ഇവള് പറയാ. അപ്പം നമ്മുടെ തൈര് ഒഴിച്ചു, പുളി ഇട്ടു. ഇത് ഭയങ്കര പുളിയായിരിക്കത്തില്ലയോ? ഇനി എന്ത് ഇടുന്നത്? ഇനി നമ്മുടെ നെല്ലിക്ക അച്ചാറ്. അതിന് വെള്ളം ഒഴിക്കും. കൊതുക് ഇടൂ, വയറിളം പിടിക്കുമോ? നാരങ്ങ ഇടുന്നില്ലയോ? ഇനി എന്ത് വേറെ? ഇത്ര മതിയോ? ഇതാണ് സംഭവം. ഇനി ഈ കാന്താരിയൊക്കെ ഇങ്ങോട്ട് കുത്തി കിടക്കുന്നതിന് മുമ്പ് അവർക്ക് ഇച്ചിരി എടുത്ത് വെക്ക്, ഇല്ലെങ്കിൽ ഇവിടെ പണി കിട്ടും. എരി ഇളക്കുന്നതിന് മുമ്പ് എടുത്ത് വെക്ക്. ഒന്ന് കാണിച്ചു ഇങ്ങോട്ട് വീഡിയോയില്, ഇങ്ങോട്ട് കാണിക്കും. വൈഷുവിന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു വാച്ചാട്ടോ, ഫ്ലിപ്കാർട്ടല്ലേ അല്ല ആമസോണിൽ നിന്ന്. ആമസോണിൽ നിന്ന് വാങ്ങി വെച്ചു. ഇത് കാണിച്ച് ഇങ്ങോട്ട് നോക്കിയേ. നിർത്താനോ? വാച്ചുവിന് വാച്ചുവിന് ഓടിക്കൊണ്ടല്ലേ ഇരിക്കണ്ടേ? സമയം കാണും. ഇവിടെ ഒന്നുമില്ലേ? ക്യാമറയുടെ മുമ്പിൽ ഒന്നുമില്ലേ? സമയം നോക്കാനല്ലേ വാച്ച് ഓടുന്നല്ലേ? നിർത്താൻ പറ്റുമോ? 8:30 അല്ല 10:30. അയ്യേ ഏട്ടാ, ഓടിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല, നിർത്തിത്തരാന്ന് വാച്ച്. ഇതാണ് കേട്ടോ വാച്ച്. അടിപൊളി വാച്ചാണ്, അടിപൊളി വാച്ചാണ് ഉള്ളല്ലേ. നമുക്കതിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് കളിക്കാൻ നല്ല രസമാണല്ലോ. പണ്ടൊക്കെ ഞാനും ഏട്ടനും കൂടി ഇരുന്നായിരുന്നു പൊട്ടിക്കുന്നത്. ഇപ്പോൾ വൈഷു വന്നപ്പോൾ ഇപ്പോൾ വൈഷുവായി. അപ്പം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക്. എന്നും ചോറല്ലേ, ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അത് ഇതാണ് നമ്മുടെ കഞ്ഞിയുടെ ടച്ചിങ്സ്. മുട്ട പുഴുങ്ങിയതുണ്ട്, പയറ് മെഴുക്കുവരട്ടിയത്, നാരങ്ങ അച്ചാർ, ചമ്മന്തിപ്പൊടി ഉണ്ട്, ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മതി എന്ന് വിചാരിച്ചു. ഇനി കഴിച്ചിട്ട് കാണാം.
നടനെ ആയാലും ഫോട്ടോ എടുക്കട്ടെ. അവിടെ നടന്നേ. ഇങ്ങോട്ടാ അങ്ങോട്ട്. ഓക്കെ ഇങ്ങോട്ട് കാണിച്ച് നോക്കട്ടെ. കണ്ണാടി സെയിം കളർ അല്ലേ? അത് രണ്ടുമായിരുന്നു. ഇത് രണ്ടോ? కొంచెం డార్క్ മറ്റേ അമ്മയ്ക്കെടുത്തോ? വേണോ വിളിച്ചേ. അതൊന്ന് പറഞ്ഞിട്ട് വരട്ടെ, ഞാൻ അവിടെ അല്ലേ കിടന്ന് നോക്കുക. തലയൊക്കെ ചെറിയ നിന്നടക്കം. എന്തുവാ എന്തിനാ മഴക്കിടുന്നത്? ലിഫ്റ്റിൽ പോന്നോ? അങ്ങോട്ട് അച്ചായി പോന്നോ? പോ ശരി. അവിടെ കൊണ്ട് വെച്ചേ. എന്ത് പൊക്കി എടുത്തോണ്ട് വരുന്നേ? എന്ത് ഞുള്ളി പറക്കി എടുക്കുന്നേ? അവിടെ വെക്ക്. ഐഷികേ, യോ മാമന്റെ വെക്ക്, അവിടെ വെക്ക്. യോ എടുക്കല്ലേ, പോരെ പോരെ. വാ 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 വായോ.
കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ എടുക്കാതെ എടുക്കാതെ, മാമ വഴക്കൂറി എടുക്കാതെ. ഒന്ന് വെച്ചേ, കൊള്ളാതെ നോക്കട്ടെ. ഓ സൂപ്പർ, മാറടി കുഞ്ഞുങ്ങളാ, കണ്ണാടി വെച്ച് നോക്കട്ടെ. ആ ഇനി അങ്ങ് വെച്ചേരാം, തിരിച്ചങ്ങ് വെച്ചേരാം. മതി മതി മതി, തിരിച്ചവിടെ വെക്ക്. വെച്ചേരെ, വേണ്ട നമുക്ക്, നമ്മുടെ വീട്ടിലുണ്ടല്ലോ, നമുക്കുണ്ടല്ലോ വേറെ. അവിടെ വെച്ചേരെ, അവിടെ വെച്ചേരെ, വേണ്ട അവിടെ വെച്ചേരെ. ആ മേളി വെക്ക്. ആ അവിടെ അല്ല, അപ്പുറത്ത്. കണ്ണ് കാണാൻ പറ്റുന്നില്ലേ? കൊള്ളാം, അത് വെച്ചേരെ, തിരിച്ചു വെച്ചേരെ. എടി അതിനകത്ത് കൊളുത്തിയിടറി. ആ മതി, എടുത്തത് വാ. നമ്മളപ്പോൾ വലിയ ഷോപ്പിങ്ങിനൊന്നും പോയതല്ല, ഇത് കുഞ്ഞു ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ. എനിക്കൊരു ബ്ലൗസ് പീസ് വേണമായിരുന്നു, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങൾ കൂടി വാങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ഷോപ്പിങ്ങൊന്നും ഇല്ലായിരുന്നു. പൊടി നോ 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 കൈ കൊണ്ടാണ് നോ 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 നോ. എത്ര കൈ കൊണ്ടാണ് കുഞ്ഞു? ഈ കൈ കൊണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. തിരിച്ചു വരുന്ന വഴിയിൽ നമ്മളൊരു കടയ്ക്കറി ദോശയൊക്കെ കഴിച്ചു കേട്ടോ. മസാല ദോശ ഉണ്ടായിരുന്നു, സാധാ ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.